എടോ ഈ ലോകം മുഴുവൻ നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും നമ്മൾ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. പരാജയം എന്നൊരു വാക്കു നമ്മുടെ നിഘണ്ടുവിൽ പോലും പാടില്ല. അത് ഏത് നിഘണ്ടുവാണെന്ന് പ്രസിഡന്റ് ഒന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിഞ്ഞാലും പരാജയം 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 അത് തന്നെ എൻ്റെ മുന്നിലുള്ളത്. താനൊരു കാര്യം ചെയ്യും, തൻ്റെ ആ പരാജയം എന്നുള്ള നിഘണ്ടു അടച്ച് മടക്കി കെട്ടി അങ്ങോട്ട് മൂലയിലും കണ്ടിട്ട് എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പ്രവർത്തിപ്പിക്കുക. ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പ്രവർത്തിക്കണോടൂ. ഈ ജനങ്ങളുടെ ഇടയിലേക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത രീതിയിൽ മറ്റവൻ അമ്പിളിക്കൂട്ട കത്തി കയറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം ഞാൻ ഇനി എങ്ങനെ ഇറങ്ങും പ്രസിഡന്റ്? ഞാൻ പല പരിപാടിയും നോക്കി, ഒന്നും നടക്കണില്ല, എല്ലാം ചുറ്റിപ്പോയിക്കൊണ്ടിരിക്കുക. എടോ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നല്ലപോലെ പ്രവർത്തിക്കണം. പ്രവർത്തിക്കാൻ ഒന്നാമത് പാർട്ടിക്ക് ഫണ്ടില്ല. ഫണ്ട് ഉണ്ടെങ്കിലല്ലേ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. എന്താണ് ഫണ്ട്? ഫണ്ടില്ല. ഫണ്ട് ഫണ്ട് കെട്ടിപ്പോയി. എടോ നമ്മളൊരു ഫണ്ട് ശേഖരിക്കുന്നു. എന്തിനു വേണ്ടി? ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സിമ്പതി കിട്ടുന്നത് പണമില്ലാത്തവർക്ക് ചികിത്സിക്കാൻ വേണ്ടി ധനസഹായം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ജനങ്ങളെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം. ആ പേരിലൊക്കെ നമ്മളിവിടെ പരമാവധി പിരിച്ച് ചികിത്സാ സഹായത്തിൻ്റെ പേരിൽ. ചികിത്സാ സഹായധനം നിങ്ങൾ ശേഖരിച്ചോ? മുമ്പൊക്കെ കുറേ പിരിവ് നടത്തി അവിടെ. അതൊക്കെ പാർട്ടിയുടെ മനസ്സിലായി. അത് പോട്ടെ, അത് വിട്. ഇതങ്ങനെയല്ല. ഇത് ശരിക്കും ഒന്നുകൂടി പൂർവാധികം ശക്തി പ്രാപിച്ചുകൊണ്ട് പൂർവാധികം ഭംഗിയായി നമുക്കിത് കൈകാര്യം ചെയ്യണം. താൻ ഒരു ചികിത്സാ ധനസഹായ ഫണ്ട് ശേഖരിക്കും. അല്ല അതിപ്പം ആരുടെ പേരിൽ അത് ചെയ്യും? അതിന് ഈ നാട്ടുകാർക്ക് അറിയാവുന്ന ആരെങ്കിലും ധനസഹായം ആവശ്യപ്പെടുന്ന, ചികിത്സയ്ക്ക് വേണ്ടി ധനസഹായം ആവശ്യപ്പെടുന്ന ആർക്കെങ്കിലും വേണ്ടി ചെയ്യണം. അല്ല അങ്ങനെ വരുമ്പോൾ നമ്മളത് അയാൾക്ക് കൊടുക്കേണ്ടി വരില്ലേ? കൊടുക്കണം. പിന്നെ അങ്ങനെ പാർട്ടിക്ക് ഫണ്ട് വരും? എടോ പാർട്ടിക്ക് ഫണ്ടെന്ന് പറയാൻ അവർക്ക് കൊടുക്കുന്നതിന് കൃത്യമായിട്ട് അളവൊന്നുമില്ലല്ലോ. ഇതല്ലേ നാട്ടുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്നാലും നമ്മളങ്ങനെ കൊടുക്കാൻ പോകുമ്പോൾ കൊടുക്കണം. കൊടുക്കണം. ഇതുവരെ നിങ്ങൾ കൊടുത്തില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് തോന്നുന്നത്. ഇതങ്ങനെയല്ല, കൊടുക്കണം. എന്തെങ്കിലും കൊടുക്കണം. കൊടുത്തിട്ട് വേണം നമുക്ക് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ. അപ്പോൾ ഏതെങ്കിലും ഒരു രോഗിയെ കണ്ടെത്തിയിട്ട് നമ്മളൊരു സഹായ ഫണ്ട് കൊള്ളാം അല്ലേ? അതാണ് നല്ലത്. അങ്ങനെ ബുദ്ധി ആലോചിക്കുക. അപ്പോൾ അത് ഇപ്പോൾ ആർക്കാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളത് അതൊരു പ്രശ്നമാണ്. അല്ല, ഒരു നിത്യരോഗിയായിട്ടൊരാളുണ്ട്. അതായത് എൻ്റെ അളിയനുണ്ടല്ലോ കനകൻ്റെ ഭാര്യയുടെ അച്ഛൻ കുറേ നാളായി വലിച്ചു കിടക്കുക. അയാൾക്കൊരു സഹായം കൊടുത്താലോ? കേട്ടോ ക്ലൈറ്റസേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയണം. എന്താ പ്രശ്നം? താനും തൻ്റെ അണികളും മണ്ടന്മാരാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? എന്താ പ്രശ്നം അങ്ങനെ ചോദിക്കാൻ കാര്യം? കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തൻ്റെ തലയിലോട്ട് കയറിയിട്ടില്ലല്ലോ ഇതുവരെ. അല്ല ഇപ്പം നമുക്ക് അറിയാന്നുള്ള ഒരാളിനല്ലേ സഹായം കൊടുക്കാൻ പറ്റൂ. എടോ തൻ്റെ കുടുംബത്തിലുള്ളവർ തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ജനങ്ങളെ കൊണ്ട് ആവശ്യമില്ല സംസാരിപ്പിക്കാനാണ്. ഇതിങ്ങനെയാണോ ഈ അണികൾ ശത്രുക്കളായി മാറുന്നത്? അതുകൊണ്ട് അത് പാടില്ല. നമ്മളുമായിട്ട് ഒരു ബന്ധവും പാടില്ല. അങ്ങനെ ഒരാളെ അന്വേഷിച്ച് നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളിന് പൈസ പിരിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സുഖമുള്ള ഏർപ്പാടല്ലേ പ്രസിഡന്റ്? എടോ പൈസ പിരിച്ച് മുഴുവനും കൊടുക്കണ്ടല്ലേ? അത്യാവശ്യം നിങ്ങൾക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ എടുത്തിട്ട് ബാക്കി കൊടുക്കണം. കൊടുത്തേ പറ്റൂ. നിങ്ങൾ ഇതുവരെ കൊടുക്കാതിരുന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അണികൾ നമ്മളോടൊപ്പം ഇല്ലാത്തത്. അപ്പോൾ പിന്നെ ഇനിയിപ്പം അങ്ങനെ ഒരു രോഗിയെ കണ്ടെത്താൻ സൈക്കിളിൽ നിന്ന് വീണിട്ടെ ബാബു പക്ഷെ ബാബു മറ്റവൻ്റെ അണി അവരുടെ പാർട്ടിയുടെ ആളാണ്. അത് വേണ്ട. പിന്നെ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയൊരാൾ നമ്മുടെ യൂണിയനിലൊക്കെ ലോഡിങ്ങിൻ്റെ ഇതിൽ നിന്നൊരു പിന്നെ ചന്ദ്രനുണ്ട്. ചന്ദ്രൻ ഇപ്പോൾ കുറച്ച് മുമ്പ് അറ്റാക്ക് വന്നേ. ചന്ദ്രൻ യൂണിയനിലുണ്ടായിരുന്നു. 3 പെൺകുട്ടികളാണ്. എല്ലാം കെട്ടിക്കാറായിട്ടൊക്കെ നിൽക്കുന്ന കുട്ടികളാണ്. 3 പെൺകുട്ടികൾ? കെട്ടിക്കാറായി? അതെ. 2 എന്തായാലും ഉടനെ കെട്ടിക്കാനുള്ള ഇതായിട്ടുണ്ട്. ചന്ദ്രൻ എടോ നമ്മുടെ മുഖ്യ ശത്രു ആരായപ്പോൾ? അതുതന്നെ അമ്പിളിക്കുട്ടൻ ആണല്ലോ. എടോ ഈ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അതിന് ഈ മുള്ളിനെ മുള്ളെന്ന് പറയുമ്പോൾ ചന്ദ്രനെ കൊണ്ട് എന്ത് ചെയ്യാൻ അമ്പിളിക്കുട്ടനെ നമ്മൾ? എടോ ഈ ചന്ദ്രനെ കൊണ്ട് നമ്മൾ അമ്പിളിക്കുട്ടനാകുന്ന മുള്ളിനെ എടുക്കുന്നു. അതോ ചന്ദ്രന്റെ പര്യായം എന്നാ അമ്പിളിയുടെ പര്യായം ചന്ദ്രൻ. അപ്പൊ രണ്ടും ഒന്നല്ലേ? മുള്ളിനെ മുള്ള് അവിടെ മുള്ള് ഇവിടെ മുള്ളിനെ മുള്ളുകൊണ്ട് നമ്മൾ എടുക്കുന്നു. അമ്പിളിക്കുട്ടനെ നമ്മൾ ചന്ദ്രൻ എന്ന മുള്ളുകൊണ്ട് ഊതും. പിരിവിൻ്റെ കാര്യം ഞാൻ ഏറ്റു. പിന്നെ പ്രസിഡന്റേ, എങ്ങാനും ഇത് പരാജയപ്പെട്ട് പോയാൽ ഞാൻ ഉറപ്പായിട്ടും ഡൽഹിയിൽ വരും. എനിക്ക് അവിടെ ഒരു മുറി തരണം.
ഡൽഹിയിൽ എവിടെ മുറി? അതെ. എടോ ഇവിടെയുള്ള സകല പരാജയങ്ങളും അവിടെ ഇല്ലേ? ഞാൻ അവിടെ എവിടെയാണ് മുറി കിട്ടുന്നത്? താൻ ആ മുറിയുടെ കാര്യം അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഇപ്പം മറക്ക്. എടോ ഇതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച് ആത്മാർത്ഥമായിട്ട് അവൻ മാഞ്ഞു പിടിച്ച് അതിലോട്ടങ്ങ് ഇറങ്ങുക. ഇത്തവണ വിജയം നമ്മുടെ പക്ഷത്താ. ഈ 2-3 പേരായിട്ട് കടയിൽ ചെന്ന പിരിവൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞത്. ഒരാൾ 100 രൂപ വെച്ചെങ്കിലും നമ്മൾ മേടിക്കണം. എന്നാലല്ലേ 1 ലക്ഷം രൂപയെ നമ്മൾ ടാർഗറ്റ് ഇട്ടാലേ ഒരു 75,000 കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നാളെ കുറച്ച് ആളുകൂടെ വേണം, എന്നാലേ കാര്യം നടരാജ. പിരിവ് അങ്ങോട്ട് തുടങ്ങിയല്ലേ ഉള്ളൂ. അതിന് മുമ്പേ പിന്നെ കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് സമയമാവട്ടെ കഴിക്കാൻ. ഈ അടങ്ങ് അയാൾ വിളിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ആത്മാർത്ഥമായിട്ട് ഡീൽ ചെയ്ത് കാര്യങ്ങൾ പറയണം. ചികിത്സയാണെന്നൊക്കെ ഒരു 500,000 രൂപ മേടിക്കണം. നോക്കി ക്രോസ് ചെയ്ത് വണ്ടി ആരാവട്ടെ. നമുക്ക് എന്തായാലും ഇത് കണ്ടിട്ട് വിളിക്കണമല്ലേ, എന്തായാലും കാര്യമായിട്ട് ചെയ്യാതിരിക്കില്ല. 250 എടുക്കാണ്ടോ? പോ മെനക്കെടുത്താനായിട്ട് ഒരുത്തവൻ രാവിലെ ഇറങ്ങിക്കോളും. വേറെ പണിയൊന്നും ഇല്ലടാ നിനക്ക്. ഒരുത്തന്നെ ചികിത്സാ സഹായം എന്ന് പറഞ്ഞാൽ ഇവനൊന്നും ഒരു മനസ്സറിവില്ല. മക്കറ്റ് കയ്യിലെടുത്ത് അപ്പം നടരാതിന് വിശക്കും. പറഞ്ഞു ഇപ്പൊ എനിക്കും വിശന്ന് തുടങ്ങി. എന്തായാലും പിരിവിത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് വല്ലതും കഴിക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. നടരാജന്റെ വീട്ടിൽ പോയി കഴിക്കണം, ഞാൻ എന്റെ വീട്ടിൽ പോയി കഴിക്കും, നീ നിന്റെ വീട്ടിൽ പോയി കഴിക്കും, നീ നിന്റെ വീട്ടിൽ പോയി കഴിക്കും. ഇത് നമ്മളിപ്പോ സത്യസന്ധമായ ഒരുത്തിന് പിരിക്കാൻ ഇത് ചികിത്സാ സഹായം കൊടുക്കാൻ പിരിക്കലാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് കഴിയിട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിൽ പോയി കഴിച്ചിട്ടാ. വീട്ടിൽ മട്ട ഇല്ലേ? ആ വെയിറ്റർ ഇന്നത്തെ വെയിറ്റർ ഞെണ്ണിയാൽ മതി. പോയി ചെല്ലി കഴിച്ചിട്ടാ ഞാൻ വിളിക്കാം കേട്ടാ. പോ കഴിച്ചിട്ട് പെട്ടെന്ന് വരണം, ഞാൻ വിളിക്കും. ആ പിരിവെന്ന് പറഞ്ഞാൽ പിന്നെ ഇവനൊക്കെ മട്ടണേ കഴിക്കും. കഷ്ടം. അൻസാരം നീ വൈകുന്നേരം പിരിവിന് വരണം. നീ ഉണ്ടെങ്കിലേ കുറച്ചുകൂടെ ഊർജ്ജസ്വലം ആവുള്ളൂ പിരിവ്. ഞങ്ങൾ ഉണ്ണാനായിട്ട് വീട്ടിലേക്ക് വന്നു. നടരാജിന് ബക്കറ്റ് കയ്യിലെടുത്തപ്പോഴേ വിശപ്പ് ഊട് കഴിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ ഉണ്ണാനായിട്ട് കയറി ഞാൻ ഉണ്ടിട്ടിറങ്ങാം. നീ വൈകിട്ട് ഇടണം കേട്ടാ. ഓക്കെ. കുറച്ച് ദിവസം ആയാലേ തെണ്ടി തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നില്ലേ? തികഞ്ഞില്ലേ എനക്ക്? നിന്റെ 16 അടിയന്തരത്തിനുള്ളതും കൂടെ പിരിച്ചിട്ടേ ഞങ്ങളിത് മതിയാക്കണുള്ളൂ. എന്ത് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? നിനക്ക് ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അത് നടക്കൂലല്ലോ. അത് ആഗ്രഹമില്ല, അത് ഞാൻ സാധിക്കും. മിക്കവാറും ഞാൻ തന്നെ അത് ചെയ്യേണ്ടി വരും കേട്ടാ. അവനങ്ങ് സഹിക്കുന്നില്ല. അല്ല, പിരിക്കാൻ നേരത്തെ 3-4 പേരുണ്ടല്ലോ, പൈസ കൊണ്ടുവരുമ്പോൾ നീ മാത്രമല്ലേ ഉള്ളൂ. എവിടെ ഓടിച്ചു വിട്ടാവുമാരൊക്കെ? ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ പിരിവ്. ഞങ്ങളിത് സൗകര്യമുള്ള പോലെ ചെയ്യും കേട്ടാ. ഇതിന് തീരുമാനം എടുക്കുന്ന ആളും ഞാനാണ്. എനിക്കിത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എടാ അതിൽ തന്നെ ഒരു കള്ളത്തനുണ്ട്. എന്തെന്ന് അത് മനസ്സിലായിക്കോ? എന്ത് കേട്ടാ? അവന്മാരെ പിരിക്കാൻ അവിടോട്ട് പിരിച്ചിട്ട് പൈസ കൊണ്ടുവരുമ്പോൾ നീ മാത്രമല്ലേ വന്നത്. അതുകൊണ്ട് ഇത് മുക്കാല്ലേ? എടാ അത് ചിലപ്പോൾ ഞാൻ മുക്കും, ചിലപ്പോൾ വിഴുങ്ങും, ചിലപ്പോൾ പുഴുങ്ങി തിന്നും. നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും പിരിച്ചാളാ ഇതിൽ? ആരെയൊന്നും പൈസ വാങ്ങിച്ചില്ലല്ലോ. എന്റെ കുടുംബക്കാരെന്ന് വാങ്ങിച്ചോ? നിനക്ക് അങ്ങനെ അറിയടാ? എന്താ അല്ലെ കുടുംബക്കാരെന്ന് വാങ്ങിച്ചോ? എനിക്ക് എല്ലാവനെ അറിയാം. ഒരുത്തന്നെ ന്യായ പൈസ വാങ്ങിച്ചിട്ടുമില്ല. ആദ്യം വാങ്ങണ്ട. പഞ്ചായത്ത് നമ്മൾ പിരിച്ചു കൊടുക്കണോ അവന്? അയ്യോ, നിങ്ങൾ പിടിച്ചു കൊടുക്കും. നക്കാ പിച്ച പിരിച്ചു കൊടുക്കണം. അതിനെ കുറിച്ച് പറയണ്ട. അതിന്റെ പേരിൽ നീയൊക്കെ കുറെ വെട്ടണുണ്ടെന്ന് നമുക്കറിയാം. ഞങ്ങൾ നക്കാപ്പിച്ചാലും കൊടുക്കില്ല, മൊത്തം നിനക്ക് വിഴുങ്ങാലേടാ. ഞങ്ങൾ കൊടുക്കണ സമയം നീ നോക്കിയാ 10 ആളെ അറിഞ്ഞ ചുമ്മാ ഇരടി. നിനക്ക് വേറെ പണിയൊന്നുമില്ല. അതെ, ഇങ്ങോട്ട് നോക്ക്. പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഞങ്ങളുടെ പ്രസിഡന്റ് ഈ പൈസ കൈമാറുമ്പോ നീ നോക്കിക്കൊള്ളണം. ഞെട്ടരുത് കേട്ടോ. കൊടുത്താൽ മതി. എന്തെങ്കിലും നീ കൊടുക്കൂല എന്നുള്ളത് അറിയാം. എന്തെങ്കിലും കൊടുക്കുവോ? അത് മതിയോ? ഞങ്ങൾ ചിലപ്പോ കൊടുത്തില്ല എന്ന് വരും. നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ട്? അറിയാലോ, നിനക്ക് ഇതാണ് ജോലി എന്ന് അറിയാം. എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ബക്കറ്റ് എടുത്ത് ഇറങ്ങും. ബാക്കിയുള്ള പൈസകളൊക്കെ പിടിച്ച് വാങ്ങിച്ചിട്ട് അത് അങ്ങനെ തന്നെ വീട്ടിൽ കൊണ്ട് നാട്ടുകാർ തരും. ഞങ്ങളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ നാട്ടുകാർ തരും. അവസാനം തരും കയ്യിൽ എല്ലാം കൂടി. കാണാൻ നോക്ക്. ഞാൻ ഒരു കാര്യം പറയാം, പിരിക്കുന്നതിന് കുറച്ചെങ്കിലും കൊടു. ഇല്ലാന്നുണ്ടെങ്കിലേ പാവം കിട്ടും. അവനങ്ങ് സഹിക്കുന്നില്ലെന്ന്. നേരം വെളുത്ത ഞാൻ എന്തെങ്കിലും നോക്കി നടക്കണവൻ. നീ നല്ലതൊന്നും ചെയ്യണല്ലോ. നീ പോയി നിനക്ക് വേറെ വല്ലതും ചേടാ. എടാ നിനക്കല്ലടാ കൊച്ചിനെ തള്ളയ്ക്ക് വേണ്ട. അയ്യോ എന്റെ പൊന്നു മോനെ, നീ ഈ തള്ളേരെ ആ കൊച്ചിന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട കേട്ടാ. നിനക്ക് വിഷമിക്കാനുള്ള മുതൽ അവിടെ ഉണ്ടല്ലോ, അതിനെ ഓർത്തങ്ങോട്ട് വിഷമിക്കാം. നീ വെറുതെ അങ്ങോട്ട് കൊച്ചിനെ ഓർത്തെങ്കിലും നീ ഞങ്ങളെ ഓർമ്മിച്ചോളാം. എന്തിനാ അമ്പിളിച്ചേട്ടാ അയാൾ ഇങ്ങനെ മൂപ്പിച്ചോണ്ടിരിക്കണേ? അയാൾ പിരിക്കാതിരിക്കുക, എന്ത് വേണേലും ചെയ്യട്ടെ. ചുമ്മാടി, അവനെങ്ങനെ മൂപ്പിച്ചാലോ വല്ലതും നല്ല കാര്യങ്ങൾ ചെയ്യുള്ളൂ. വാ, എന്തൊരു കഷ്ടമാണ് ഇവനെ കൊണ്ട്. ഈ സാധനം നിങ്ങൾ കൊണ്ടുപോകണ്ട. കളിക്കല്ലേ തങ്കം, അങ്ങനെ ഇതിൽ കണക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാ. ഈ തമാശ കളിക്കും പോലെ അല്ലേ, വളരെ ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു കാര്യം ചെയ്യണം. ക്ലീറ്റോ, നിങ്ങൾ എന്തെല്ലാം കൊള്ളരുതായ്മകൾ കാണിക്കണം. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയണില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നന്നാവില്ല. ഇത് ചെയ്യരുത് ക്ലീറ്റോ. ഇത് കൊള്ളരുതായിക അല്ലല്ലോ. ഇത് കൊള്ളരുതായികല്ല, പക്ഷെ ക്ലീറ്റോ ഇത് ചെയ്യണ്ട. നിവൃത്തിയില്ലാത്ത ഒരുത്തനെ ഇച്ചിരി കാശ് നിങ്ങൾ പിരിച്ചു കൊടുത്ത് സഹായിക്കണത് അത് കൊള്ളരുതായികാണോ? അത് തെറ്റല്ല, പക്ഷെ ക്ലീറ്റോ ചെയ്യണ്ടാന്ന്. ക്ലീറ്റോ ഇത് പിരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ പുട്ടടിക്കാനല്ലേ ക്ലീറ്റോ? എന്ന് നിന്നോട് ആര് പറഞ്ഞു?
ആരടി പറഞ്ഞത്? അമ്പളിക്കുട്ടൻ ചേട്ടൻ പറഞ്ഞതോ? കമ്പളിക്കുട്ടനല്ലേ നിനക്ക് ചെലവിന് വരുന്നത്? എന്നാ നിനക്ക് വിശ്വസിക്കാൻ വയ്യാത്ത? എങ്ങനെ വിശ്വസിക്കും ക്ലീറ്റോ? ഇതിനു മുമ്പ് ഇതേപോലെ പിരിച്ചതല്ലേ നിങ്ങള്? എന്നിട്ട് എന്താ സംഭവിച്ച? പൈസ എവിടെ പോയി? കൂടാ പൈസ എവിടെ പോയി? അതൊക്കെ പോക്കറ്റിലോട്ട് പോയി. അറിവില്ലാത്ത പ്രായത്തിൽ ഓരോ തെറ്റുകളൊക്കെ എല്ലാവർക്കും സംഭവിക്കും. ഇത് പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് കൃത്യമായിട്ടും പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ കൈ കൊണ്ടാണ് ഇത് കൈമാറുന്നത്. ക്ലീറ്റോ വേണ്ട ക്ലീറ്റോ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ. ക്ലീറ്റോ ചെയ്യില്ല, ക്ലീറ്റോ കൊടുക്കൂല. അയാളൊരു നിവർത്തിയില്ലാത്ത മനുഷ്യൻ. 3 പെൺകുട്ടികൾ മാത്രമല്ല, അയാളുടെ ഭാര്യയുടെ കയ്യിലാണ് ഞങ്ങൾ ഈ കാശ് ഏൽപ്പിക്കണേ. അത് തന്നെയാണ് പറഞ്ഞത് ക്ലീറ്റോ. സാധുക്കളുടെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ കള്ളത്തരം കാണിക്കും. ഇത് കള്ളത്തരം അല്ലടി, ഇത് കൊടുക്കും. അന്ന് എന്റെ തലത്തോട് സത്യം ചെയ്യും. അതൊന്നും വേണ്ട. കണ്ടോ? അപ്പൊ നിങ്ങൾ കൊടുക്കൂല. ഒരു കാര്യം ഇല്ല, സത്യം ചെയ്യാം. കർത്താവിനാണ് ഈ പൈസ മറ്റന്നാൾ കൃത്യമായിട്ടും ചന്ദ്രന്റെ ഭാര്യയുടെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കും. ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ തല എടുത്തി വിട്ട് അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കേണ്ടത്. നിങ്ങൾക്ക് എന്ത് സംഭവിക്കാനാ? നിങ്ങളെ ദൈവം ഉപേക്ഷിച്ചിട്ടേക്കണം. എന്റെ തലത്തോട് സത്യം ചെയ്യും. അത് വേണ്ട, അത് വേണ്ട. നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. ഒന്നുമില്ല, ഞാൻ നിന്റെ ഭർത്താവല്ലേടി. ഇത് കൊടുത്തില്ലെങ്കിൽ ബാക്കി ഞാൻ അപ്പൊ പറയാം. ഇത് കൊടുത്തില്ലെങ്കിൽ ഇനി ഞങ്ങൾ പിരിവേ ഇല്ല. എന്താ? അല്ല, പിരിവെന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുമല്ലോ. നീ ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ, നല്ല ദാഹമുണ്ട്. ഇതിൽ വെള്ളമുണ്ട്. അല്ല, ഇച്ചിരി ചൂടാക്കി എടുത്തോ. ഓരോ പണികൾ ചെയ്ത് വെക്കണതാ. ചായ വേണോ? ചായ ഇപ്പം വേണ്ട, ഇച്ചിരി കഴിഞ്ഞിട്ട് മതി. ചൂടുവെള്ള? ചൂടുവെള്ള ചൂടാക്കട്ടെ. ക്ലീറ്റസേ, ക്ലീറ്റസേ, അതോടെ ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലേ? എവിടെ പോയാ? പുറത്തേക്ക് പോയി. നാട്ടുകാരെ പൈസ മൊത്തം പിരിച്ചു പറക്കി വെച്ചിട്ട് എവിടെ പോയി? എന്ത് പറ്റി? പെണ്ണുപിള്ളല്ലേ, അത് മറ്റേ ചന്ദ്രൻ. ചന്ദ്രന്റെ ഭാര്യ അവിടെ പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ട് കിടന്ന് കരയണു. അയ്യോ, എന്താ? അത് നാളെ അങ്ങോട്ട് ഒരു ഓപ്പറേഷൻ വെച്ചിരുന്നത്. ഇവ എന്നിട്ട് പൈസ പിരിച്ചു പറയും കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 1 ലക്ഷം രൂപ കടുപ്പിച്ചോ പിരിച്ചെന്നു. അത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണാനില്ല, മുങ്ങിക്കളഞ്ഞു. അവർ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. മൊത്തം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കും. എവിടെ പോയോ? ഇതിനകത്ത് കൂടെ ഉണ്ടാവേ. അല്ല, ക്ലീറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടാ പോയത്. കൊടുക്കാന്ന് പറഞ്ഞിട്ട് തന്നെ പോയത്. കൊടുക്കാന്ന് പറയുകയും ചെയ്ത് പൈസ പിരിക്കുകയും ചെയ്തു. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇതൊന്നും ശരിയല്ല, ഇങ്ങനെ കാണിക്കരുതെന്ന്. അല്ല, അവന് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, അത് പറഞ്ഞുകൂടി അവന്. ഇങ്ങനെ ഇതിൽ കൂടെ കണ്ടിട്ടല്ലേ അവർ ഓപ്പറേഷൻ നാളെ ഫിക്സ് ചെയ്തത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? കൊടുക്കും അമ്പളിക്കുട്ടൻ ചേട്ടാ, കൊടുക്കാതിരിക്കില്ല. എന്നോട് സത്യം പറഞ്ഞതാ. ഇത് കുറെ സത്യം നീ മര്യാദക്കിരിക്കും. ഇതുപോലെ കുറെ സത്യം അവൻ ചെയ്തതാണ്. ഞാൻ കുറച്ചെങ്കിലും കൊടുക്കുന്നതാണ് വിചാരിച്ചത്. ഇപ്പൊ 5 പൈസ കൊടുത്തിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഇത്രയും ശ്രമിച്ചത് എന്റെ ഒരു കൂട്ടുകാരനായിട്ട് മാത്രമാണ്. പക്ഷെ ഇതിന് എന്റെ കയ്യിൽ നിൽക്കില്ല. അതിന് ചേച്ചിനെ വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? ക്ലീറ്റസ് ചേട്ടന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കൊടുക്കാൻ പറ്റാണ്ടായിരിക്കില്ലേ? ചേച്ചി ഇതല്ല, ചേച്ചി എന്റെ അപ്പുറം വിഷമിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നീ ഒരു കാര്യം മനസ്സിലായി, ഇത് പോലീസ് കേസായ എന്റെ കയ്യിൽ നിൽക്കില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ അമ്പളിക്കുട്ടൻ ചേട്ടാ. ക്ലീറ്റോന് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. എന്തോന്ന് അബദ്ധം? എത്ര പ്രാവശ്യമായി ഈ അബദ്ധം? അമ്മയുടെ ഫോൺ എടുത്തിട്ട് വന്നേ. ഫോൺ വിളിച്ചിട്ടൊന്നും കാര്യമില്ല, കിട്ടൂലെന്ന്. ഇങ്ങോട്ട് വന്നേ, ചേച്ചി കരയാണ്ടിരിക്കേ. ഇത് സത്യം അവന്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ വിളിച്ച് പറ, പൈസ കൊണ്ട് കൊടുക്കാൻ പറ. ഇത് പഴയ പോലെയുള്ള കളിയല്ല കേട്ടാ. നല്ലതെ ചക്രവർത്തി കുമാര വഴക്ക് കൂടിയായിരിക്കും രണ്ടുപേരും കൂടെ. ഇതായിരിപ്പുണ്ട്. എന്താടി? തിന്നാനുള്ള സാധനമാണ് വലിച്ചെറിഞ്ഞ് കളയണത്. നിങ്ങൾ കുറച്ച് വിഷം മേടിച്ചിട്ടുണ്ടോ? അത് ഞങ്ങൾ തിന്നാം. വിഷം വാങ്ങിയ സമയം അവിടെ അപ്പോഴത്തേക്ക് വാങ്ങാം. ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ സാധനമാണ്. എഴുന്നേറ്റേ, പൈസ മൂത്തവർ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? മാനത്ത് നിന്ന് വന്നു വീണു. ബക്കറ്റ് വിരിവ് കഴിഞ്ഞോ? ബക്കറ്റ് വിരിവ് കഴിഞ്ഞു. എന്നിട്ടോ എത്ര കിട്ടി? അതെല്ലാം കൂടെ 78,600 രൂപ ഉണ്ടായിരുന്നു. ആർക്ക് കൊടുത്തു? നടരാജന് കൊടുത്തോ? നടരാജനല്ലല്ലോ അതിന് അസുഖമുള്ളത്. ആണോ? 78,000 രൂപയ്ക്ക് ചീര കിട്ടിയുള്ളൂ നിങ്ങൾക്ക്? ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഇത് അങ്ങനെ ബക്കറ്റ് പിരിവെടുത്ത കാശല്ല. ഇത് ക്ലീറ്റോ അന്തസ്സായിട്ടൊരു വണ്ടി കച്ചവടം നടത്തി അതിന്റെ ലാഭം, അതിന്റെ കമ്മീഷൻ. ഇന്ന് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി കച്ചവടം നടന്നു. ഇന്ന് തന്നെ പൈസയും കിട്ടി, എല്ലാം കിട്ടി. ഇത്ര നാളൊന്നും ഉണ്ടായി. ഇന്ന് കച്ചവടം നടന്നുകൊണ്ടാന്ന് എവിടെയെങ്കിലും എഴുതി കഴിച്ചിട്ടുണ്ടോ? വണ്ടി കച്ചവടം എന്ന് പറയുന്നത് എപ്പോ വേണേലും നടക്കാം.
അത് ഒരാൾ വന്ന് നോക്കി വണ്ടി ഇഷ്ടപ്പെട്ടു, അപ്പോൾ കച്ചവടം നടന്നു, കമ്മീഷനും തന്നു. കിടന്ന് ഉരുളുണ്ട ക്ലീറ്റോ. എന്തിനു ഞാൻ ഉരുളണേ? എവിടെന്നാ പൈസ കിട്ടിയത്, എവിടെന്നാണ് ഈ സാധനം മേടിക്കാനുള്ള കാശ് നിങ്ങളിൽ ഉണ്ടായെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. നിനക്ക് എന്ത് മനസ്സിലായി? നിനക്ക് കുന്തം മനസ്സിലായി. ഇത് ആവശ്യമില്ലാതെ എഴുതാപ്പുറം വായിക്കാൻ നിങ്ങളോട് പറഞ്ഞല്ല ക്ലീറ്റോ ഈ പരിപാടി കാണിക്കരുതെന്ന്. എന്ത് കാണിച്ചു? ആ പൈസ കൊണ്ടൊന്ന് നിങ്ങൾ എല്ലാരും കൂടി വീതിച്ചെടുത്താ നീ അറിഞ്ഞ വീതിച്ചെടുത്തല്ലേ? ഞാൻ അറിഞ്ഞു. അത് കൊടുക്കേണ്ടവർക്ക് കൊടുത്തു. എന്തായാലും സാധനം മോശം. സത്യത്തിൽ നിങ്ങൾക്ക് വിഷാ തരേണ്ടത്. ഞാൻ എന്റെ കൈ കൊണ്ട് അത് ചെയ്യണില്ല. എന്റെ തങ്കം, ഞാൻ നിങ്ങളൊന്നും പറയണ്ട, പറഞ്ഞെടുത്തോളൊക്കെ മതി. നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. അതെ, ഞാൻ ഏറ്റെടുത്ത കാര്യം ഞാൻ അത് ഉത്തരവാദിത്തമായിട്ട് അത് ഏൽപ്പിക്കേണ്ടത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ വേണ്ട. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ക്ലീറ്റോ, ക്ലീറ്റസേ, പോലീസ് വന്നിട്ടുണ്ടോ? ചെല്ല് പോയി പറ. പോലീസ് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ, അല്ല അവനെന്ത് ചെയ്യാം? നീ പോയി പറ, പോലീസ് ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറ, എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയും. ഇങ്ങോട്ട് വാ. എന്താ അമ്പിളിക്കുട്ടൻ ചേട്ടാ? വാ ഇങ്ങ്. എന്നാ പിടി. ദൈവമേ, പത്രത്തിൽ നീ പിടി. വായിര്. നാടൊരുമിച്ച് ചന്ദ്രന് തുണയായി. ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള ചന്ദ്രൻ ചികിത്സാ സഹായം ക്ലീറ്റസ് മത്തായിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ വെച്ച് കൈമാറുന്നത്. ഈ ഫോട്ടോ എന്താ അളിയാ? കൺഗ്രാജുലേഷൻ അളിയാ, നല്ല ചെയ്ത. എപ്പോഴും നമ്മൾ അഭിനന്ദിക്കണം കേട്ടാ. ഇനി ഇതൊക്കെ ഒരു സാമ്പിൾ. ഞാൻ ചെയ്യാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ, പത്രത്തിൽ സ്ഥലം കാണില്ല എൻ്റെ ഫോട്ടോ ഇതൊക്കെ കൊടുക്കാൻ. ഇത് തന്നെയാണ് ഞാൻ പറയാൻ വേണ്ടിയിരുന്നത്. അളിയാ, ഇനിയും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. ഇനിയെങ്കിലും നന്നാവണം. എന്തുകൊണ്ടാണ് ഇത് നിനക്ക് ഇങ്ങനെ തോന്നിയെന്നറിയാമോ? ഞാനിവിടെ താമസിക്കുന്നുണ്ടാണ്. അതായത് മുല്ലപ്പൂമ്പിടിയേറ്റ് കിടക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യം. കേട്ടില്ലേ? എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നന്നായി. അംഗം വിചാരിച്ചില്ലല്ലേ? എന്തായിരുന്നാലും അളിയാ, ഇന്ന് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. എനിക്ക് അത്ര സന്തോഷമാണ്. എന്താണെന്നറിയാമോ? എൻ്റെ ഒരു കൂട്ടുകാരൻ, അതായത് നീ ഇന്ന് ഏറ്റവും നല്ലൊരു കാര്യം ചെയ്തിരിക്കണം. അഭിമാനത്തോടുകൂടി ഞാൻ പോവുകയാണ്. അഭിമാനിക്കാൻ തന്നെ പോണേ. അവളെ കൂടെ എന്നോട് ദേഷ്യം. എന്തിനാ? അതുപോലെ നിന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം? അതിപ്പോ ക്ലീറ്റസ് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ നാട്ടിലുള്ള ഒരു കുഞ്ഞും വിശ്വസിക്കില്ല. അങ്ങനെ അതിനെ അങ്ങനെ ആയിപ്പോയി.